നിലവിൽ ഇന്ത്യൻ ക്രിക്കറ്റിലെ ഏറ്റവും മികച്ച താരങ്ങളിൽ ഒരാളാണ് സഞ്ജു സാംസൺ. IPL-ൽ രാജസ്ഥാൻ റോയൽസിന്റെ നായകനായ സഞ്ജു T20-ൽ ഇന്ത്യൻ ദേശീയ ടീമിന്റെ ഓപ്പണർമാരിൽ ഒരാളുമാണ്. കഴിഞ്ഞ വർഷം ഗൗതം ഗംഭീർ പരിശീലകനായി എത്തിയതിനു ശേഷമാണ് ഇന്ത്യൻ ടീമിൽ സഞ്ജുവിന്റെ നല്ല കാലം തുടങ്ങിയത്. T20 ടീമിൽ സ്ഥിരസ്ഥാനം ലഭിച്ചു തുടങ്ങിയ സഞ്ജു തുടർച്ചയായ സെഞ്ചുറികളിലൂടെ തന്നിൽ അർപ്പിച്ച പ്രതീക്ഷകൾ കാത്തു. ഇപ്പോൾ IPL-ന് ശേഷമുള്ള അവധിക്കാലം ആഘോഷിക്കുകയാണ് സഞ്ജു. അമേരിക്കയിൽ നിന്നുള്ള സഞ്ജുവിന്റെ ചിത്രങ്ങൾ കഴിഞ്ഞ ദിവസങ്ങളിൽ സാമൂഹ്യ മാധ്യമങ്ങളിൽ വൈറലായിരുന്നു. IPL-ന് ശേഷം സഞ്ജു ആദ്യം കളത്തിലിറങ്ങുന്നത് ബംഗ്ലാദേശിനെതിരായ T20 പരമ്പരയിലായിരിക്കും. ഓഗസ്റ്റിലാണ് ഇന്ത്യയും ബംഗ്ലാദേശും തമ്മിലുള്ള 3 മത്സര T20 പരമ്പര നടക്കുക. അടുത്ത വർഷം നടക്കാനിരിക്കുന്ന T20 ലോകകപ്പിനുള്ള ഇന്ത്യയുടെ മുന്നൊരുക്കം ആരംഭിക്കുന്നതും ഈ പരമ്പരയോടെയാണ്. T20 ടീമിന്റെ നായകനായ സൂര്യകുമാർ യാദവ് ബംഗ്ലാദേശിനെതിരായ പരമ്പരയിൽ ടീമിൽ ഉണ്ടാകുന്ന കാര്യം സംശയമാണ്. സ്പോർട്സ് ഹെർണിയയെ തുടർന്ന് ഇംഗ്ലണ്ടിൽ ശസ്ത്രക്രിയയ്ക്ക് വിധേയനാകാൻ ഒരുങ്ങുകയാണ് സ്കൈ. ഇതേ തുടർന്ന് കുറച്ചു നാളത്തേക്ക് താരത്തിന് ക്രിക്കറ്റ് കളത്തിൽ നിന്ന് വിട്ടുനിൽക്കേണ്ടി വന്നേക്കും. ഇതുകൊണ്ട് തന്നെ ബംഗ്ലാദേശിനെതിരെ നടക്കുന്ന പരമ്പരയിൽ സ്കൈയുടെ പങ്കാളിത്തം സംശയത്തിലാണ്. സ്കൈ ഈ പരമ്പരയ്ക്ക് ലഭ്യമായില്ലെങ്കിൽ യുവ സൂപ്പർ താരം ശുഭ്മാൻ ഗിൽ ടീമിന്റെ നായക സ്ഥാനത്തേക്ക് വന്നേക്കും. ഈ സാഹചര്യത്തിൽ ടീമിന്റെ നേതൃത്വ നിരയിലേക്ക് സഞ്ജുവിനും അവസരം ലഭിക്കാൻ സാധ്യത കൂടുതലാണ്. നിലവിൽ ഇന്ത്യൻ ടീമിന്റെ പരിശീലകനായ ഗൗതം ഗംഭീറിന്റെ ഇഷ്ടക്കാരിൽ ഒരാളാണ് സഞ്ജു. ഇതും താരത്തിന് ഗുണം ചെയ്യും. T20 ടീമിന്റെ മുൻ നായകനായിരുന്ന ഹർദിക് പാണ്ഡ്യയെ ഇനി നേതൃത്വ നിരയിലേക്ക് പരിഗണിക്കാൻ ഇന്ത്യ താല്പര്യപ്പെടുന്നില്ല എന്നാണ് സൂചനകൾ. അതുകൊണ്ട് തന്നെ സ്കൈയുടെ അഭാവത്തിൽ ഗിൽ, സഞ്ജു, അക്സർ പട്ടേൽ എന്നിവരായിരിക്കും T20 ടീമിന്റെ നേതൃത്വ നിരയിൽ ഉണ്ടാവുക. ഈ പരമ്പരയിൽ സഞ്ജുവിന് ഇന്ത്യൻ ടീമിന്റെ ഉപനായക സ്ഥാനം ലഭിച്ചാലും അത്ഭുതപ്പെടാനില്ല. ഇതിനു മുമ്പും സഞ്ജു ഇന്ത്യൻ ടീമിന്റെ നേതൃത്വ നിരയിൽ ഇടം പിടിച്ചിട്ടുണ്ട്. കഴിഞ്ഞ T20 ലോകകപ്പിന് പിന്നാലെ നടന്ന സിംബാബ്വെ പര്യടനത്തിലായിരുന്നു ഇത്. അന്നും ശുഭ്മാൻ ഗിൽ ആയിരുന്നു ഇന്ത്യയെ നയിച്ചത്. പരമ്പരയിലെ 3-ാം മത്സരത്തിൽ ഇന്ത്യൻ ടീമിന്റെ ഉപനായകൻ സഞ്ജു ആയിരുന്നു. ഈ കളിയിൽ 23 റൺസിന് ഇന്ത്യ വിജയിക്കുകയും ചെയ്തു. 2025 ഓഗസ്റ്റ് അവസാനമാണ് ഇന്ത്യ ബംഗ്ലാദേശ് T20 പരമ്പര നടക്കുക. 26-നാണ് പരമ്പരയിലെ ആദ്യ മത്സരം. 29-ന് 2-ാം മത്സരവും 31-ന് 3-ാം മത്സരവും നടക്കും. കഴിഞ്ഞ വർഷം ബംഗ്ലാദേശിനെതിരെ നടന്ന T20 പരമ്പരയായിരുന്നു സഞ്ജുവിന്റെ അന്താരാഷ്ട്ര കരിയർ മാറ്റിമറിച്ചത്. 3 മത്സര പരമ്പരയിലെ അവസാന കളിയിൽ കിടിലൻ സെഞ്ചുറി നേടിയതോടെ സഞ്ജു ഇന്ത്യൻ T20 ടീമിന്റെ ഓപ്പണിംഗിൽ സ്ഥാനം ഉറപ്പിക്കുകയായിരുന്നു. പിന്നാലെ നടന്ന ദക്ഷിണാഫ്രിക്കൻ പര്യടനത്തിലും 2 സെഞ്ചുറികൾ സഞ്ജുവിന്റെ ബാറ്റിൽ നിന്ന് പിറന്നു. 2024-ൽ അന്താരാഷ്ട്ര T20-ൽ ഇന്ത്യയുടെ ഉയർന്ന റൺവേട്ടക്കാരനും സഞ്ജു സാംസൺ ആയിരുന്നു. അതുപോലെ IPL-ൽ സഞ്ജുവിന്റെ ഭാവിയുമായി ബന്ധപ്പെട്ട് പല അഭ്യൂഹങ്ങളും നിലവിൽ ഉയർന്നു വരുന്നുണ്ട്. സഞ്ജു രാജസ്ഥാൻ റോയൽസ് വിട്ട് ചെന്നൈ സൂപ്പർ കിങ്സിലേക്ക് എത്തുമെന്ന അഭ്യൂഹം തന്നെയാണ് ഇതിൽ പ്രധാനം. ഇതിനായുള്ള നീക്കങ്ങൾ നടക്കുന്നുണ്ടെന്ന തരത്തിലാണ് റിപ്പോർട്ടുകൾ. എന്നാൽ സഞ്ജുവോ ഫ്രാഞ്ചൈസികളുമായി ബന്ധപ്പെട്ടവരോ ഈ വാർത്തകളോട് ഇതുവരെ പ്രതികരിച്ചിട്ടില്ല. സഞ്ജു റോയൽസ് വിട്ട് ചെന്നൈയിൽ എത്തുമെന്ന റിപ്പോർട്ടുകൾ ശക്തമാണെങ്കിലും ഈ നീക്കം അത്ര എളുപ്പത്തിൽ നടക്കാൻ സാധ്യതയില്ല. നിലവിൽ ഇന്ത്യൻ വിക്കറ്റ് കീപ്പറെയും ക്യാപ്റ്റനെയും ആവശ്യമുള്ള കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിനും സഞ്ജുവിൽ കണ്ണുണ്ടെന്നാണ് സൂചന. സഞ്ജുവിന്റെ സാഹചര്യങ്ങൾ കൊൽക്കത്ത നിരീക്ഷിക്കുന്നുണ്ടെന്നാണ് അനൌദ്യോഗിക വിവരം. 2025 സീസൺ ഇന്ത്യൻ പ്രീമിയർ ലീഗിൽ മികച്ചൊരു വിക്കറ്റ് കീപ്പറുടെയും നായകന്റെയും അഭാവം കൊൽക്കത്തയെ അലട്ടിയിരുന്നു. അജിങ്ക്യ രഹാനെയായിരുന്നു കഴിഞ്ഞ സീസണിൽ ടീമിനെ നയിച്ചത്. പ്രതീക്ഷിച്ചതുപോലെ ടീമിനെ മുന്നിലെത്തിക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞുമില്ല. സഞ്ജുവിനെ ടീമിലെത്തിച്ചാൽ ഈ 2 കുറവുകളും പരിഹരിക്കാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ സഞ്ജുവിനെ ടീമിലെത്തിക്കാനുള്ള ഓപ്ഷൻ ലഭിച്ചാൽ ഒരിക്കലും കൊൽക്കത്ത അത് വിട്ടുകളയില്ല. സമയം മലയാളം വാർത്തകൾ ഇനി ടൈംസ് ഓഫ് ഇന്ത്യ സൂപ്പർ ആപ്പിലും. ഇതിനായി പ്ലേ സ്റ്റോറിൽ നിന്നോ ആപ്പ് സ്റ്റോറിൽ നിന്നോ ടൈംസ് ഓഫ് ഇന്ത്യ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യൂ. മലയാളം ഭാഷ തിരഞ്ഞെടുക്കൂ. വാർത്തകൾ ആസ്വദിക്കാം. എല്ലാം ഇനി സമയത്തിൽ.